നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രതിസന്ധികളെ അതിജീവിച്ച് കേരള മോഡൽ വികസനം മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഡെസ്റ്റിനേഷൻ ചാലഞ്ച് പദ്ധതി കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകും. പാലക്കാട് ജില്ലയിൽ പൊതുമരാമത്ത് ടൂറിസം മേഖലയിൽ വിവിധ പദ്ധതികളുടെ പൂർത്തീകരണ ഉദ്ഘാടനം. മന്ത്രിയെ ട്രോളി പഴമ്പാലക്കോട് അത്തിപ്പറ്റ റൂട്ടിൽ കോൺഗ്രസിന്റെ ഫ്ലക്സ് പ്രതിഷേധം. ഷൊർണൂർ കുളപ്പള്ളി പാതയിലെ തകർച്ചയ്ക്കും പൊടിശല്യത്തിനും താൽക്കാലിക പരിഹാരമാകുന്നു. പാടെ തകർന്ന ഭാഗങ്ങളിൽ ടാറിംഗ് ആരംഭിച്ചു. രാജ്യത്തെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാനുള്ള ശ്രമം അനുവദിക്കാനാകില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണി. കേരളത്തിൽ രാഷ്ട്രീയ എതിരാളികളെ ഭരണ സംവിധാനം ഉപയോഗിച്ച് ആക്രമിക്കുന്ന ദുരവസ്ഥ. മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ വാഹന പ്രചരണ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. കണ്ണന്റെ പിറന്നാൾ ദിനത്തിൽ ഗുരുവായൂരിൽ അഭൂതപൂർവമായ തിരക്ക്. വിവിധ ക്ഷേത്രങ്ങളിൽ ഭക്തി നിർഭരമായ പരിപാടികൾ. നാടിനെ അമ്പാടിയാക്കി ശോഭയാത്രകൾ. സ്വരമാധുര്യം പകർന്ന് കോട്ടായി ചെമ്പൈ സംഗീതോത്സവം. ഷൊർണൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ IP കെട്ടിടം ഉദ്ഘാടനത്തിന് സജ്ജം. കെട്ടിടം നിർമ്മിച്ചത് MP ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ചിലവഴിച്ച്. കെട്ടിടം 16-ന് നാടിന് സമർപ്പിക്കും. തൃശ്ശൂരിൽ MDMAയുമായി മധ്യവയസ്കൻ സിറ്റി ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിൽ. അറസ്റ്റിലായത് ഇരവിമംഗലം സ്വദേശി സ്റ്റാലി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ വീണ്ടും കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. 6 കിലോയോളം കഞ്ചാവ് കണ്ടെത്തിയത് എക്സൈസ് RPF സംയുക്ത പരിശോധനയ്ക്കിടെ. കുപ്രസിദ്ധ വാഹനമോഷ്ടാവ് കണ്ണൂർ സ്വദേശി ഷംസീർ ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. പ്രതി പിടിയിലാതെ ഇക്കഴിഞ്ഞ 4-ന് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ബൈക്ക് മോഷണം പോയ സംഭവത്തിൽ നടത്തിയ അന്വേഷണത്തിനിടെ. പാലക്കാട് കുന്നത്തൂർമയുടെ ബാലമുരളി ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിനിടെ ആന വിരണ്ടോടിയത് പരിഭ്രാന്തി പരത്തി. എഴുന്നള്ളിപ്പിനിടെ ഇടഞ്ഞത് ചെറുപ്പളശ്ശേരി മണികണ്ഠൻ. 2-ാം പാപ്പൻ പുല്ല് നൽകിയതോടെ ആന പ്രകോപിതനായെന്ന് ദൃക്സാക്ഷികൾ. ആന ശാന്തനായത് 1-ാം പാപ്പൻ എത്തിയതോടെ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പ്രതിസന്ധികളെ അതിജീവിച്ച് കേരള മോഡൽ വികസനം മുന്നോട്ടു പോകുകയാണെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. മലമ്പുഴ നിയോജകമണ്ഡലത്തിലെ എലപ്പുള്ളി പുതുശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് കോരയാർ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പാറ മണുക്കാട് പാലത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നടക്കില്ലെന്ന് പലരും വിധിയെഴുതിയ പദ്ധതികൾ നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയും കൊണ്ട് സംസ്ഥാന സർക്കാരിന് നടപ്പാക്കാൻ സാധിച്ചതായും മന്ത്രി പറഞ്ഞു. 5 വർഷം കൊണ്ട് 100 പാലങ്ങൾ നിർമ്മിക്കുക എന്നതായിരുന്നു സർക്കാരിൻ്റെ ലക്ഷ്യം. എന്നാൽ 3 വർഷം കൊണ്ട് തന്നെ ഈ ലക്ഷ്യം നിറവേറ്റാനായി. സംസ്ഥാനത്ത് നിർമ്മാണം പൂർത്തീകരിച്ച 149-ാമത്തെ പാലമാണ് പാറ മണ്ണുകാട് പാലം. സംസ്ഥാന സർക്കാർ കാലാവധി പൂർത്തിയാകുമ്പോഴേക്കും 200-നടുത്ത് പാലങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അപ്പോൾ നമ്മൾ 100 പ്രതീക്ഷിച്ചു, 150-ലേക്ക് എത്തുന്നു. ഇനിയും മാസങ്ങൾ 8-9 മാസം ഈ ഗവൺമെന്റിന് മുമ്പിലുണ്ട്. ഒരു 200-ന്റെ അടുത്ത് പാലങ്ങൾ ഈ 5 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് പൊതുവെ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ട്. പാറ മുതൽ ചുള്ളിമട വരെ ഏകദേശം 3 കിലോമീറ്ററോളം നല്ല വീതിയുള്ള റോഡിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രഭാകരേട്ട ഇവിടെ ചൂണ്ടിക്കാട്ടി. അതെങ്ങനെ യാഥാർത്ഥ്യമാക്കാം എന്നുള്ളത് പരിശോധിക്കാൻ ഇപ്പോൾ തന്നെ പൊതുമരാമത്ത് വകുപ്പിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്താൻ നിശ്ചയിച്ച വിവരം, പഴയ ടൂറിസ്റ്റുകൾ ഏറ്റവും അധികം വരുന്ന മലമ്പുഴയിലേക്ക് ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ നല്ല വികസനം അവിടെ വേണം. അതൊരു പ്രധാന ഉത്തരവാദിത്തമായി കാണാൻ ടൂറിസം വകുപ്പ് നിശ്ചയിച്ചു. പ്രഭാകരൻ MLA അധ്യക്ഷത വഹിച്ചു. KRSB PMU നോർത്ത് സർക്കിൾ ലീഡർ R സിന്ധു പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V ബിജോയ്, എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് K രേവതി ബാബു, പുതുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് N പ്രസീത, ജില്ലാ പഞ്ചായത്ത് അംഗം M പത്മിനി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കണ്ണന്റെ പിറന്നാൾ ദിനത്തിൽ അഭൂതപൂർവമായ തിരക്ക്. ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേർന്നത്. ഉണ്ണിക്കണ്ണന്റെ പിറന്നാൾ ദിനത്തിൽ അഭൂതപൂർവമായ ഭക്തജനത്തിരക്കാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദൃശ്യമായത്. ക്ഷേത്രത്തിൽ വഴിപാടുകളും പ്രസാദ ഊട്ടും നടന്നു. ഭക്തരുടെ സൗകര്യാർത്ഥം നിർമാല്യം മുതൽ ദർശനത്തിനുള്ള പൊതുവരി ക്ഷേത്രത്തിന് നേരെ കൊടിമരം വഴി വിട്ടു. ഭക്തജനത്തിരക്ക് പ്രതീക്ഷിച്ചിരുന്നതിനാൽ VIP സ്പെഷ്യൽ ദർശനങ്ങൾക്ക് രാവിലെ 6 മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. മുതിർന്ന പൗരന്മാർക്കുള്ള ദർശനം രാവിലെ 4:30 മുതൽ 5:30 വരെയും വൈകിട്ട് 5 മുതൽ 6 വരെയും മാത്രമാക്കി നിജപ്പെടുത്തി.
തദ്ദേശീയർക്ക് ക്ഷേത്രത്തിൽ നിലവിൽ അനുവദിക്കപ്പെട്ട സമയത്ത് ദർശനം നടത്താൻ അനുമതി നൽകി. ബാക്കിയുള്ള സമയത്ത് ക്ഷേത്ര ദർശനത്തിന് പൊതുവരി സംവിധാനം നടപ്പിലാക്കി. അഷ്ടമിരോഹിണി നാളിൽ 200ഓളം വിവാഹങ്ങളും നടന്നു. ഭക്തജനത്തിരക്ക് കണക്കിലെടുത്ത് വിവാഹ ചടങ്ങുകളുടെ സൗകര്യപ്രദമായ നടത്തിപ്പിനായി ദേവസ്വം പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നു. പതിവിലും നേരത്തെ പുലർച്ചെ 4 മുതൽ വിവാഹങ്ങൾ ആരംഭിച്ചു. ഇതിനായി 5 വിവാഹ മണ്ഡപങ്ങൾ സജ്ജമാക്കി. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് വിവിധ ഘോഷയാത്രകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. പിറന്നാൾ ദിനത്തിൽ ക്ഷേത്രദർശനത്തിനെത്തിയ 10,000 കണക്കിന് ഭക്തർക്ക് വിശേഷ പ്രസാദഊട്ട് നൽകി. രസകാളൻ, ഓലൻ, അവിയൽ, എലിശ്ശേരി, പൈനാപ്പിൾ പച്ചടി, മെഴുക്കുപുരട്ടി, ശർക്കര വരട്ടി, കായവറവ്, അച്ചാർ, പുളിയിഞ്ചി, പപ്പടം, മോര എന്നിവ ഉൾപ്പെടുന്ന വിഭവസമൃദ്ധമായ പ്രസാദഊട്ടാണ് ഒരുക്കിയത്. രാവിലെ 9 മണിക്ക് പ്രസാദഊട്ട് ആരംഭിച്ചു. വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറി. രാവിലെയും ഉച്ചയ്ക്കും കാഴ്ചശീവേലിക്ക് പെരുവനം കുട്ടന്മാരാർ, തിരുവല്ല രാധാകൃഷ്ണൻ എന്നിവരുടെ പ്രമാണത്തിൽ വാദ്യകലാകാരന്മാർ വിശേഷാൽ മേളമൊരുക്കി. ഉച്ചയ്ക്കും വിശേഷ പഞ്ചവാദ്യമുണ്ടായിരുന്നു. ഗുരുവായൂർ ശശിമാരാരും സംഘവും സന്ധ്യാ തായമ്പക ഒരുക്കി. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. ശ്രീകൃഷ്ണ ജയന്തി സായനത്തിൽ അമ്പാടിയായി നാട്. ബാലഗോകുലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ വർണ്ണാഭമായ ശോഭയാത്രകൾ നടന്നു. ഉണ്ണിക്കണ്ണന്മാരുടെയും ഗോപികമാരുടെയും കൗതുകം സമ്മാനിച്ച യാത്രകളിൽ നിശ്ചല ദൃശ്യങ്ങളും മറ്റും വിസ്മയ കാഴ്ചയൊരുക്കി. ജന്മാഷ്ടമി സായാഹ്നത്തിൽ കാലാവസ്ഥ കൂടി അനുകൂലമായതോടെ ശോഭായാത്രകൾ അക്ഷരാർത്ഥത്തിൽ കാഴ്ചയുടെ വിസ്മയമായി. നഗര ഗ്രാമവീഥികൾ ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും കീഴടക്കിയ സായാഹ്നമാണ് പിന്നിട്ടത്. വിവിധ കേന്ദ്രങ്ങളിൽ ബാലഗോകുലം നേതൃത്വത്തിൽ നടന്ന ശോഭായാത്രകൾ നിശ്ചല ദൃശ്യങ്ങളും മഴവിൽ വർണ്ണങ്ങളുമായി കാഴ്ചയുടെ വിസ്മയച്ചെപ്പ് തുറന്നു. ഷൊർണൂർ, കുളപ്പുള്ളി മേഖലകളിൽ പലയിടത്തും ശോഭായാത്രകൾ കാണാൻ പാതക്കിരുവശവും നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരുന്നു. കുളപ്പുള്ളി മണ്ഡലത്തിൽ 14 കേന്ദ്രങ്ങളിൽ നിന്നുള്ള 21 ശോഭായാത്രകൾ വൈകുന്നേരം കുളപ്പുള്ളിയിൽ സംഗമിച്ച് മഹാശോഭായാത്രയായി പറക്കുട്ടിക്കാവിൽ സമാപിച്ചു. ഗ്രാമം തണലൊരുക്കട്ടെ, ബാല്യം സഫലമാകട്ടെ എന്നതായിരുന്നു ഇക്കുറി ബാലഗോകുലം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിൻ്റെ സന്ദേശം. പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ശോഭായാത്രകൾ വർണ്ണാഭമായി സംഘടിപ്പിച്ചു. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. പാലക്കാട് കുന്നത്തൂർമേട് ബാലമുരളി ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിനിടെ ആന വിരണ്ടോടിയത് പരിഭ്രാന്തി പരത്തി. ചെറുപ്പളശ്ശേരി മണികണ്ഠനാണ് എഴുന്നള്ളിപ്പിനിടെ ഇടഞ്ഞത്. കൊല്ലങ്കോട് സ്വദേശിയായ 1-ാം പാപ്പാൻ എത്തിയാണ് ആനയെ ശാന്തനാക്കിയത്. 2-ാം പാപ്പാൻ പുല്ല് നൽകിയതോടെയാണ് ആന പ്രകോപിതനായത്. എഴുന്നള്ളിപ്പിനിടെ ആന വിരണ്ടോടുകയായിരുന്നു. ക്ഷേത്രമുറ്റത്ത് നിന്ന് കൽമണ്ഡപം ഭാഗത്തേക്കായിരുന്നു എഴുന്നള്ളിപ്പ്. ദയാ ഹോസ്പിറ്റലിന് സമീപം വെച്ചാണ് ആന ഇടഞ്ഞത്. ദയാ ഹോസ്പിറ്റലിന് സമീപമുള്ള പുരയിടത്തിലേക്ക് ഓടിയ ആന പുറത്തിരിക്കുന്നവരെ വീഴ്ത്താൻ ശ്രമിച്ചു. പരിചയസമ്പന്നരായ ആനപ്പുറം തൊഴിലാളികളായതുകൊണ്ട് മാത്രമാണ് ഇവർ രക്ഷപ്പെട്ടത്. കൊല്ലങ്കോട് സ്വദേശിയായ 1-ാം പാപ്പാനെത്തി ആനയെ ശാന്തനാക്കിയാണ് ഇവരെ താഴെ ഇറക്കിയത്. 9 ആനകളെ വെച്ചുള്ള എഴുന്നള്ളത്തിൽ ഒരാന ഇടഞ്ഞതോടെ ശേഷിച്ച ആനകളെ വെച്ചാണ് ചടങ്ങ് പൂർത്തിയാക്കിയത്. ആന വിരണ്ടോടിയ പരിഭ്രാന്തിയിലുണ്ടായ തിക്കിലും തിരക്കിലും വീണ് ചിലർക്ക് നിസ്സാര പരിക്കേറ്റു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നിരവധി വാഹനമോഷണ കേസുകളിലെ പ്രതി ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. കണ്ണൂർ ധർമ്മടം വടക്കമ്പാട് പിണറായി സ്വദേശി 33 വയസ്സുള്ള ഷംസീറാണ് പിടിയിലായത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിർത്തിയിട്ടിരുന്ന
ബൈക്ക് മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ നടത്തിയ അന്വേഷണത്തിനിടെയാണ് പ്രതി കണ്ണൂർ സ്വദേശി ഷംസീർ ഷൊർണൂർ പോലീസിന്റെ പിടിയിലായത്. നൂതന സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. ഇയാൾക്കെതിരെ കണ്ണൂർ പോലീസ് സ്റ്റേഷൻ, കണ്ണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ കേസുകളുണ്ട്. ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വി രവികുമാർ, സബ് ഇൻസ്പെക്ടർ മോഹൻദാസ്, സൈബർ സെൽ ASI ഗോവിന്ദനുണ്ണി, ASI M സുഭദ്ര, ASI അനിൽകുമാർ, KV അജി, സജീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതി ഷംസീറിനെ റിമാൻഡ് ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതി കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് PA മുഹമ്മദ് റിയാസ്. കാരമല ചിൽഡ്രൻസ് ആൻഡ് അഡ്വഞ്ചർ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൂടുതൽ ഡെസ്റ്റിനേഷനുകൾ കണ്ടെത്തുന്നതിനും വികസിപ്പിക്കുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ടൂറിസം വകുപ്പ് എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ടൈം മാഗസിൻ നടത്തിയ പഠനത്തിൽ ലോകത്തിൽ കണ്ടിരിക്കേണ്ട 50 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ തെരഞ്ഞെടുത്തതിൽ ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ ടൂറിസം മേഖലയിൽ ഗ്രാമാന്തരങ്ങളിലെ അറിയപ്പെടാത്ത അൺഎക്സ്പ്ലോയിഡ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ വികസിപ്പിക്കാനുള്ള നിർണായകമായ ചുവടുവയ്പ്പാണ് ഡെസ്റ്റിനേഷൻ ചലഞ്ച്. ടൂറിസം വകുപ്പ് പദ്ധതിയുടെ ഫണ്ടിന്റെ വലിയൊരു ശതമാനം വഹിക്കുകയും ബാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വഹിക്കുകയും ചെയ്യും. ഡെസ്റ്റിനേഷൻ ചലഞ്ചിലൂടെ നൂറുകണക്കിന് പുതിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കേരളത്തിൽ രൂപപ്പെടും. തരൂർ നിയോജക മണ്ഡലത്തിൽ തന്നെ ശിവരാമ പാർക്ക് ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികൾക്ക് ടൂറിസം വകുപ്പ് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് മന്ത്രി സൂചിപ്പിച്ചു. പ്രകൃതി രമണീയമായ മനോഹരമായ പ്രദേശങ്ങളാണ്, പക്ഷേ ടൂറിസ്റ്റ് കേന്ദ്രമായി എന്തുകൊണ്ട് ഉയരുന്നില്ല? അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, ഗ്രാമാന്തരങ്ങളിലെ അത്തരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ എക്സ്പ്ലോർ ചെയ്യുക, അഥവാ വളർത്തിക്കൊണ്ടുവരിക, ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം. അതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്നുകൊണ്ട് ഒരു പദ്ധതിക്ക് രൂപം നൽകണമെന്ന് പൊതുവെ നിശ്ചയിച്ചു. ടൂറിസം വകുപ്പ് ആ പദ്ധതിയുടെ ഫണ്ടിന്റെ വലിയൊരു ശതമാനം വഹിക്കും, ബാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഹിക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടിയുള്ള പദ്ധതിയാണ്. PP സുമോദ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി, ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു, വൈസ് പ്രസിഡന്റ് KC ബിനു തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലാ നിർമ്മിതി കേന്ദ്രം എക്സിക്യൂട്ടീവ് സെക്രട്ടറി PS ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മന്ത്രിയെ ട്രോളി കോൺഗ്രസ് പ്രവർത്തകരുടെ ഫ്ലക്സ് പ്രതിഷേധം. തരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് മന്ത്രിക്ക് വരാൻ ധൃതി പിടിച്ച് കുഴിയടക്കിൽ നടത്തിയ പഴമ്പാലക്കോട് അത്തിപ്പറ്റ കഴനിച്ചുങ്കം പാതയോരത്ത് മന്ത്രി ഇടയ്ക്കിടെ ഈ റോഡിലൂടെ വന്നെങ്കിൽ എന്ന ആത്മകഥ ഫ്ലക്സ് ഉയർത്തിയത്. പഴമ്പാലക്കോട് അത്തിപ്പറ്റ കഴനിച്ചുങ്കം PWD റോഡ് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ദൈനംദിന വാഹനാപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. 30 വർഷത്തിലേറെയായി സമ്പൂർണ്ണ ടാറിംഗ് നടത്തിയിട്ട്. കഴിഞ്ഞ 2 ദിവസമായി മന്ത്രി വരുന്നതിനാൽ ഓട്ടയടക്കൽ നടത്തുകയായിരുന്നു. മന്ത്രി ഇടയ്ക്കിടെ വന്നെങ്കിൽ ഈ റോഡിന് ശാപമോക്ഷം കിട്ടിയേനെ എന്ന് പരിഹസിച്ചുകൊണ്ട് തരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി പോകുന്ന വഴിയിൽ വാവുള്ളിയപുരത്താണ് ഫ്ലക്സ് സ്ഥാപിച്ച് പ്രതിഷേധിച്ചത്. UDF തരൂർ നിയോജക മണ്ഡലം ചെയർമാൻ P മനോജ് കുമാർ, മണ്ഡലം പ്രസിഡന്റ് അജിത് കുമാർ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റിനാസ് യൂസഫ്, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് M സഹദ്, സെക്രട്ടറിമാരായ ജനാർദ്ദനൻ, ജയപ്രകാശൻ മാസ്റ്റർ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. റോഡിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം ഉപവാസ സമരം നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുളപ്പുള്ളി ഷൊർണൂർ പാതയിലെ രൂക്ഷമായ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമാകുന്നു. വലിയ തകർച്ച നേരിട്ട ഭാഗങ്ങളിൽ ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു. 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാതയിലെ അറ്റകുറ്റപ്പണികൾ നടപ്പാക്കുന്നത്. കുളപ്പുള്ളി ഷൊർണൂർ പാതയിലെ വലിയ തോതിലുള്ള തകർച്ചയ്ക്ക് പരിഹാരമാവുകയാണ്. ഘട്ടം ഘട്ടമായ പ്രവൃത്തികൾക്ക് ശേഷം മഴ മാറിയതോടെ ടാറിംഗ് പ്രവൃത്തികളിലേക്ക് കടന്നിരിക്കുകയാണ്. വലിയ തകർച്ച നേരിട്ട ഭാഗങ്ങളിൽ മെറ്റലിംഗ് നടത്തിയ ശേഷം ടാറിംഗ് ചെയ്യുന്ന പ്രവൃത്തികളാണ് ആരംഭിച്ചിരിക്കുന്നത്. കുളപ്പുള്ളി ഭാഗത്തുനിന്നും ഞായറാഴ്ച മുതൽക്കാണ് ടാറിംഗ് പ്രവൃത്തികൾ തുടങ്ങിയിരിക്കുന്നത്. പൊടിശല്യത്തെ തുടർന്ന് കച്ചവടക്കാരും വാഹനയാത്രക്കാരും ഏറെ ബുദ്ധിമുട്ടിലായിരുന്നു. കുഴികളിലെ ടാറിംഗ് പ്രവൃത്തികൾ കൂടി ആരംഭിച്ചതോടെ ഈ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും. റോഡിൻ്റെ തകർച്ചയുടെ പേരിൽ നേരത്തെ പ്രതിഷേധങ്ങളും ഉയർന്നു വന്നിരുന്നു. കുളപ്പുള്ളി മുതൽ ഷൊർണൂർ ഭാഗത്തേക്കുള്ള 4 കിലോമീറ്ററിനുള്ളിൽ വരുന്ന
വലിയ തോതിൽ തകർച്ച നേരിട്ട ഭാഗങ്ങളിലാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. PWD അധികൃതരുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. പി മമ്മിക്കുട്ടി MLAയുടെ ഇടപെടലിനെ തുടർന്ന് 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാതയിൽ നവീകരണം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂരിൽ MDMAയുമായി മധ്യവയസ്കൻ പോലീസിന്റെ പിടിയിൽ. ഇരവിമംഗലം സ്വദേശി 48 വയസ്സുള്ള സ്റ്റാൻലിയാണ് പിടിയിലായത്. KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും സിറ്റി ഡാൻസ് ആഫ് സംഘമാണ് ഇയാളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ ഉപേക്ഷിക്കപ്പെട്ട 5.8 കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തി. ഒറ്റപ്പാലം എക്സൈസ് സർക്കിൾ ഓഫീസിൻ്റെയും പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഓഫീസിൻ്റെയും ഷൊർണൂർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെയും സംയുക്ത നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്. കേസെടുത്തിട്ടുണ്ട്. പ്രതിയെക്കുറിച്ച് അന്വേഷിച്ച് വരികയാണെന്ന് അധികൃതർ പറഞ്ഞു. പട്ടാമ്പി എക്സൈസ് ഇൻസ്പെക്ടറുടെ ചാർജ് വഹിക്കുന്ന ഒറ്റപ്പാലം എക്സൈസ് സർക്കിൾ ഓഫീസിലെ ഇൻസ്പെക്ടർ A. മുരുകദാസിന്റെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം എക്സൈസ് സർക്കിൾ ഓഫീസിന്റെയും പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഓഫീസിന്റെയും ഷൊർണൂർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഓഫീസിന്റെയും സംയുക്ത പരിശോധനയിലാണ് ഷൊർണൂർ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പാക്കറ്റുകളിലാക്കി ഉണക്ക കഞ്ചാവ് കണ്ടെത്തിയത്. 5.8 കിലോഗ്രാം കഞ്ചാവാണ് കണ്ടെടുത്തത്. സംഭവത്തിൽ കേസാക്കിയിട്ടുണ്ട്. പ്രതികളായി ആരെയും പിടികൂടാനായില്ല. പരിശോധന നടക്കുന്നതായി അറിഞ്ഞ് രക്ഷപ്പെട്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. പ്രതിയെക്കുറിച്ച് അന്വേഷണം നടത്തിവരുന്നതായും അധികൃതർ പറഞ്ഞു. പരിശോധനയിൽ ഒറ്റപ്പാലം എക്സൈസ് സർക്കിൾ ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ AK സുമേഷ്, ബാസ്റ്റിൻ, സിവിൽ എക്സൈസ് ഓഫീസർ ഹരീഷ്, പട്ടാമ്പി എക്സൈസ് റേഞ്ചിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PK സൽമാൻ റസാലി, K മണികണ്ഠൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സിഞ്ചു പ്രസാദ്, നന്ദു നിതിൻ, ഷൊർണൂർ RPFിലെ സബ് ഇൻസ്പെക്ടർ ബാലസുബ്രഹ്മണ്യൻ, പോലീസ് കോൺസ്റ്റബിൾ OP ബാബു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ആലൂരിൽ ഭാര്യയെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ചു. പുതുശ്ശേരി കന്നംപള്ളി വീട്ടിൽ 66 വയസ്സുള്ള ദേവസിയാണ് മരിച്ചത്. കുടുംബ കലഹമാണ് കാരണം. ദേവസിയും ഭാര്യ അൽഫോൻസയും കുറേ നാളായി പിരിഞ്ഞാണ് താമസിക്കുന്നത്. ഇന്ന് രാവിലെ 8 മണിയോടെ അൽഫോൻസ താമസിക്കുന്ന വീട്ടിലെത്തിയ ദേവസി അൽഫോൻസയെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇതിനുശേഷം ദേവസി തൂങ്ങി മരിച്ചു. തലയ്ക്ക് സാരമായ പരിക്കേറ്റ അൽഫോൻസയെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പണമിടപാട് സംബന്ധിച്ച തർക്കമാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ നഗരസഭ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ പുതിയ IP കെട്ടിടം ഉദ്ഘാടനത്തിന് സജ്ജമായി. സെപ്റ്റംബർ 16 ചൊവ്വാഴ്ച രാവിലെ 10 VK ശ്രീകണ്ഠൻ MP കെട്ടിടം ഉദ്ഘാടനം ചെയ്യും. VK ശ്രീകണ്ഠൻ MPയുടെ 2022-23 വർഷത്തെ MP LADS പദ്ധതിയിൽ നിന്നും 1 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ IP കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ഷൊർണൂർ നഗരസഭ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നിലവിലെ IP കെട്ടിടത്തിലെ സ്ഥലപരിമിതി കണക്കിലെടുത്തും കെട്ടിടം കാലപ്പഴക്കം ചെന്നതിനാലുമാണ് പുതിയ IP കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. കൂടുതൽ സൗകര്യങ്ങളോടുകൂടി ഒറ്റ നിലയിലാണ് പുതിയ കെട്ടിടം പണി കഴിപ്പിച്ചിരിക്കുന്നത്. പാലക്കാട് MP VK ശ്രീകണ്ഠൻ്റെ 2022-23 വർഷത്തെ MP LADS പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ IP ബ്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത്. 2023 ഒക്ടോബർ 18 VK ശ്രീകണ്ഠൻ MP കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചിരുന്നു. പിന്നീട് അങ്ങോട്ട് 2 വർഷത്തിനുള്ളിൽ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി ഇപ്പോൾ ഉദ്ഘാടനത്തിന് സജ്ജമായിട്ടുണ്ട്. സെപ്റ്റംബർ 16 ചൊവ്വാഴ്ച രാവിലെ 10 VK ശ്രീകണ്ഠൻ MP പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ഷൊർണൂർ MLA P മമ്മിക്കുട്ടി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ V വിദ്യ തുടങ്ങിയവർ പങ്കെടുക്കും. പുതിയ IP കെട്ടിടം നാടിന് സമർപ്പിക്കുന്നതോടെ ഗവൺമെൻറ് ആശുപത്രിയിലെ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലാകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ശക്തമായ മഴയിൽ മരം വീണ് തകർന്ന വീട് CPI പ്രവർത്തകരുടെ ശ്രമദാനത്താൽ നവീകരിച്ചു നൽകി. മണ്ണൂർ കുറുവത്തൊടി ഇബ്രാഹിമിൻ്റെ വീടാണ് 15ഓളം CPI പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ നവീകരിച്ചത്. ഇക്കഴിഞ്ഞ മഴയസമയത്താണ് കാറ്റിൽ മരം കടപുഴകി വീണ് മണ്ണൂർ കുറുവത്തൊടി ഇബ്രാഹിമിൻ്റെ വീട് തകർന്നത്. അതിനുശേഷം കുടുംബം പ്ലാസ്റ്റിക് ഷീറ്റ് മേൽക്കൂരയിൽ ഇട്ടാണ് നാളിതുവരെ കഴിഞ്ഞത്. ഈ കുടുംബത്തിൻ്റെ ദയനീയാവസ്ഥ കണ്ട് CPI പ്രവർത്തകരുടെ ശ്രമദാനത്തിൽ വീട് നവീകരിച്ചു നൽകുകയായിരുന്നു. 15ഓളം വരുന്ന CPI പ്രവർത്തകരുടെ കൂട്ടായ്മയിലാണ് നവീകരണം പൂർത്തീകരിച്ചത്. CPI ലോക്കൽ സെക്രട്ടറി തങ്കപ്പൻ, മണ്ഡലം സെക്രട്ടറി KV ബാബു, VK കാളിദാസൻ, KG സുരേഷ്, K രാമദാസ്, M ചെന്താമര, CK വിജയകുമാർ, MV സുധീഷ്, ജയകൃഷ്ണൻ, PV ജയപ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. വലിയ സാമ്പത്തിക പുരോഗതിയൊന്നും ഇല്ലാത്ത കുടുംബത്തിൻ്റെ വീട് നന്നാക്കാനുള്ള ചെലവ് താങ്ങാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് CPIയുടെയും AIYFൻ്റെയും പ്രവർത്തകരെ ഈ വീട് നന്നാക്കി കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കാനുണ്ടായത്.
മണ്ണൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു 10-15ഓളം വീടുകൾ ഇതുപോലെ നമുക്ക് നേരേക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും അതുപോലെ തന്നെ പാർട്ടി സഖാക്കളുടെ സന്നദ്ധ സേവനത്തിലൂടെ വീട് വാസയോഗ്യമാക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU ഷൊർണൂർ മുനിസിപ്പൽ സമ്മേളനം കുളപ്പുള്ളിയിൽ ചേർന്നു. യൂണിയൻ ജില്ലാ സെക്രട്ടറി CN മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കുളപ്പുള്ളി സർവീസ് സഹകരണ ബാങ്ക് ഹാളായ VS അച്യുതാനന്ദൻ നഗറിലാണ് ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU ഷൊർണൂർ മുനിസിപ്പൽ സമ്മേളനം സംഘടിപ്പിച്ചത്. ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് MK ജയപ്രകാശ് പതാക ഉയർത്തിയതോടെ സമ്മേളന നടപടികൾ ആരംഭിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം യൂണിയൻ ജില്ലാ സെക്രട്ടറി CN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പൗരാവകാശ ലംഘനങ്ങൾ അതിശക്തമായി തുടരുകയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും തീവ്രമായിട്ടുള്ള ഇടപെടലുകൾ വലിയ തോതിൽ സാമൂഹ്യ വ്യവസ്ഥയെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, വർഗീയതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അധികാരം നിലനിർത്തുകയും ഏകാധിപത്യ വാഴ്ചയിലൂടെ, സ്വേച്ഛാധിപത്യ സമീപനത്തിലൂടെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. സമ്മേളനത്തിൽ ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റും നഗരസഭാ ചെയർമാനുമായ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. രക്തസാക്ഷി പ്രമേയവും അനുശോചന പ്രമേയവും നടന്നു. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി C ശ്രീകുമാർ, A ഉണ്ണികൃഷ്ണൻ, K സദാശിവൻ, M സുരേന്ദ്രൻ, N ജയപാൽ, ND ദിൻഷാദ്, യൂണിയൻ മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി MC ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിൽ ചർച്ച, പ്രമേയാവതരണം, പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കൽ എന്നിവയും നടന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. രാജ്യത്തെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാനുള്ള ശ്രമം അനുവദിച്ചുകൂടെന്നും രാഷ്ട്രീയമായി എതിർക്കുന്നവരെ തകർക്കുന്ന സമീപനമാണ് കേരളത്തിൽ നടക്കുന്നതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണി മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥയുടെ 1ാം ഘട്ട സമാപന സമ്മേളനവും സ്വീകരണ യോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാനുള്ള ശ്രമം അനുവദിച്ചുകൂടെന്നും രാഷ്ട്രീയമായി എതിർക്കുന്നവരെ തകർക്കുന്ന സമീപനമാണ് കേരളത്തിൽ നടക്കുന്നതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ രണ്ടത്താനി പറഞ്ഞു. ഈ വിഷയത്തിൽ കേരളം ഭരിക്കുന്നവർ മൗനം പാലിക്കുകയാണെന്നും അദ്ദേഹം തുടർന്നു. പാലക്കാട് മുസ്ലിം ലീഗ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വാഹനജാഥയുടെ ആദ്യഘട്ട സമാപനവും സ്വീകരണ യോഗവും മണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ, ലോകം ദർശിച്ച പണ്ഡിതൻ ആരാണ്? ഷാ വലിയുല്ലാഹ് ദഹ്ലവിയല്ലേ? ആ ഷാ വലിയുല്ലാഹ് ദഹ്ലവിയുടെ പ്രവർത്തന കേന്ദ്രമായിരുന്നില്ലേ UP? അതായിരുന്നില്ലേ സംബാൽ? അവിടുത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ഷാ വലിയുല്ലാഹ് ദഹ്ലവി ധരിച്ച ഡൽഹിയുടെ മണ്ണ്, UPയുടെ മണ്ണ്, അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രമായിരുന്ന മണ്ണ്, ആ മണ്ണിൽ ഇന്ന് മുസ്ലിം ഉമ്മത്തിന് ഒരു MP പോലും സംഭാവന ചെയ്യാൻ കഴിയാത്ത വിധം ഓരോ ദിവസവും അക്രമങ്ങൾ, ഓരോ ദിവസവും ഓരോ പള്ളികൾ മാർച്ച് ചെയ്ത് തകർത്തുവെന്ന വെല്ലുവിളി എന്തേ അവർക്ക് അതിനെ നേരിടാനാവാത്തത്? കോങ്ങാട് മണ്ഡലം ജനറൽ സെക്രട്ടറി VM അൻവർ സാദിഖ് അധ്യക്ഷത വഹിച്ചു. അതിജീവനത്തിന്റെ 7.5 പതിറ്റാണ്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ജില്ലാ സമ്മേളനം നടത്തുന്നത്. ചടങ്ങിൽ ജാഥ ക്യാപ്റ്റൻ മരക്കാർ മാരായമംഗലത്തെയും നേതാക്കളെയും VM അൻവർ സാദിഖ് ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. അഡ്വക്കേറ്റ് സിദ്ദിഖ്, PEA സലാം, KK അസീസ്, MS നാസർ, PK അബ്ദുള്ളക്കുട്ടി, KJA ജബ്ബാർ, സുബൈർ കോഴിക്കര, നിസാമുദ്ദീൻ പൊന്നങ്കോട്, മുജീബ് റഹ്മാൻ, റഹീം ആയിലൂർ, രവീന്ദ്രൻ വാഴമ്പുറം, മുസ്തഫ തങ്ങൾ, റിയാസ് നാലകത്ത് എന്നിവർ സംസാരിച്ചു. KA അബ്ദുൽ ഹക്കീം സ്വാഗതവും KP മുനീർ നന്ദിയും പറഞ്ഞു. 12 മുതൽ 18 വരെയാണ് വാഹന പ്രചരണ ജാഥ. 18 തോട്ടക്കരയാണ് സമാപനം. ജില്ലയിലെ 40 കേന്ദ്രങ്ങളിലാണ് സ്വീകരണമൊരുക്കിയിട്ടുള്ളത്. സെപ്റ്റംബർ 25, 26, 27 തീയതികളിലാണ് മുസ്ലിം ലീഗ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മുസ്ലിം ലീഗ് ജില്ലാ സമ്മേളന വാഹന പ്രചരണ ജാഥയ്ക്ക് പെരുങ്ങോട്ടുകുറിശി പഞ്ചായത്തിലെ പിലാപ്പുള്ളിയിൽ സ്വീകരണം നൽകി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലമാണ് ജാഥ ക്യാപ്റ്റൻ. ജാഥ ക്യാപ്റ്റനും ജില്ലാ പ്രസിഡന്റുമായ മരക്കാർ മാരായമംഗലം, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് T സിദ്ദിഖ്, മണ്ഡലം ജനറൽ സെക്രട്ടറി ഇക്ബാൽ പുതുനഗരം, മുഹമ്മദ് അലി മാറ്റാംതടം, സലാം മാസ്റ്റർ, റിയാസ് നാലകത്ത് എന്നിവർ സംസാരിച്ചു. അതിർത്തിയിലെ
പുറത്തേക്ക് പലായനം ചെയ്യപ്പെടേണ്ട ഒരു സമൂഹമാക്കി അവരെ ചിത്രീകരിച്ച് ഒരൊറ്റ രാത്രി കൊണ്ട് ഈ രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങൾ അവർ ഈ രാജ്യത്തെ ആളുകളല്ല എന്ന് പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലമുണ്ടായി. അവർ വ്യാപകമായി കൊല്ലപ്പെട്ടു. ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങൾ മുഴുവനും മുസ്ലിം മതന്യൂനപക്ഷത്തിന്റെ കബന്ധങ്ങൾ കൊന്നുപോയതെല്ലാം എടുത്ത് ഏറ്റവും അവസാനം ഉറ്റവരുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്ന മണ്ഡലം പ്രസിഡന്റ് MMA റസാഖ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞു മരക്കാർ ഹാജി, PV സെയ്ദ് മുഹമ്മദ്, ഖബീർ എട്ടടി, അബ്ദുറഹ്മാൻ എന്ന ചെറുകുട്ടി എന്നിവർ സ്വീകരണ ചടങ്ങിന് നേതൃത്വം നൽകി. പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഇസ്മയിൽ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ചെറുതുരുത്തി കയ്പഞ്ചേരി ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി വിശേഷാൽ പൂജകൾ നടന്നു. രാവിലെ ഗോപൂജയും ഉണ്ടായിരുന്നു. ക്ഷേത്രം മേൽശാന്തി ശിവരാമൻ മുഖ്യ കാർമ്മികത്വം നൽകി. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ VC ഷാജി, OA ചന്ദ്രൻ, കൃഷ്ണദാസ്, KA അഖിൽ, ക്ഷേത്രം മാനേജർ ബാലൻ നായർ എന്നിവർ നേതൃത്വം നൽകി. വൈകിട്ട് ടീം നാദാലങ്കാരയുടെ ആഭിമുഖ്യത്തിൽ ഗോപിക നൃത്തവും തുടർന്ന് മഹാശോഭയാത്രയും ഉണ്ടായിരുന്നു. മുള്ളൂർക്കര സെൻറ് ആൻ്റണീസ് ദേവാലയത്തിൽ പുതിയ വൈദിക മന്ദിരത്തിൻ്റെയും ഓഫീസ് മുറികളുടെയും പള്ളിമണിയുടെയും വെഞ്ചിരിപ്പ് കർമ്മം നടന്നു. വെഞ്ചിരിപ്പ് കർമ്മം തൃശ്ശൂർ അതിരൂപത സഹായ മെത്രാൻമാർ ടോണി നീലങ്കാവിൽ പിതാവ് നിർവഹിച്ചു. ആഘോഷമായ ദീപബലിയോടുകൂടിയാണ് തിരുകർമ്മങ്ങൾ ആരംഭിച്ചത്. മാർട്ടോണി പിതാവ് സന്ദേശം നൽകി. ഇന്ന് 90-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഹോളി ക്രോസ് സഭാംഗം റവറൻഡ് സിസ്റ്റർ എലിസബത്തിന് നവതിയുടെ ആശംസകൾ നേർന്ന് പൊന്നാട അണിയിച്ച് ആദരിച്ചു. ആഘോഷകരമായ ദീപബലിക്ക് ഇടവക വികാരി റഫറൻഡ് ഫാദർ ഷിജു ചിറ്റിലപ്പള്ളി, റഫറൻഡ് ഫാദർ ഡെവിൻ ഒലങ്കെങ്കിൽ എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് വൈദിക മന്ദിരത്തിൻ്റെയും പള്ളി ഓഫീസ് മുറികളുടെയും പുതിയ ദൈവാലയത്തിലേക്ക് വേണ്ടിയുള്ള പള്ളി മണിയുടെയും വെഞ്ചിരിപ്പ് കർമ്മവും നടന്നു. ചടങ്ങിൽ ഇടവികാരി റഫറൻഡ് ഡോക്ടർ ഷിജു ചിറ്റിലപ്പള്ളി, ജനറൽ കൺവീനർ ഫ്രാൻസിസ് ജോസഫ് മണിയൻചിറ, ട്രസ്റ്റിമാരായ വർഗീസ് AJ, അഖിൽ ജോസ് മൊനാച്ചേരി, റവറൻഡ് സിസ്റ്റർ ശാലിന CMC, റവറൻഡ് സിസ്റ്റർ ടെസി തോമസ്, ഹോളി ക്രോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പുതിയ ദൈവാലയത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ആശീർവാദ കർമ്മം 2026 ജനുവരിയിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സപ്തസ്വരങ്ങളിൽ മുഖരിതമായി ചെമ്പൈ ഗ്രാമം. ചെമ്പൈ ജയന്തി ദ്വിദിന സംഗീതോത്സവത്തിന് തിരിതെളിഞ്ഞു. മഞ്ചേരി സ്വാതി തിരുനാൾ സംഗീത ഗുരുകുലം വിദ്യാർത്ഥികളുടെ സംഗീതാരാധനയോടെയായിരുന്നു സംഗീതോത്സവത്തിന് തുടക്കമായത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 3-ന് മഞ്ചേരി സ്വാതി തിരുനാൾ സംഗീത ഗുരുകുലം വിദ്യാർത്ഥികളുടെ സംഗീതാരാധനയോടെയാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ 129ാമത് ജയന്തി സംഗീതോത്സവത്തിന് തുടക്കമായത്. കണ്ണൂർ ചെമ്പൈ സംഗീത ഭവനിലെയും തൃശൂർ വലപ്പാട് ത്യാഗരാഗ സഭയിലെ യുവ സംഗീതജ്ഞരുടെയും സംഗീതാലാപനവും നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു. ലക്കിടി കുഞ്ചൻ സ്മാരക സമിതി ചെയർമാൻ K ജയദേവൻ അധ്യക്ഷത വഹിച്ചു. പ്രമുഖ വ്യവസായി ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഓട്ടോറിക്ഷ കാത്തുനിൽക്കില്ല, ഇവിടെ ബസ് കാത്തുനിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരിശീലനം കൂടിയാണ്. നമ്മൾ പഠിക്കുമ്പോൾ മറ്റൊരാളുടെ പാട്ട് കേൾക്കുക. തുടർന്ന് അഭിനം ഉണ്ണിയും സംഘവും സംഗീത കച്ചേരി നടത്തി. ഞായറാഴ്ച രാവിലെ ചെമ്പൈ വൈദ്യപീഠം അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സംഗീതാർച്ചന നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാലക്കാട് ജില്ലാ ടിപ്പർ ആൻഡ് ഹൈഡ്രോളിക്സ് വർക്കേഴ്സ് യൂണിയൻ CAT ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. 2024-25 വർഷത്തെ SSLC+2 ഡിഗ്രി പരീക്ഷയിൽ വിജയികളായ യൂണിയൻ അംഗങ്ങളുടെ മക്കളെയാണ് അനുമോദിച്ചത്. CPM വാണിയംകുളം ലോക്കൽ കമ്മിറ്റി ഹാളിലായിരുന്നു അനുമോദന സദസ്സ്. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം CITയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്.
എന്താണ് CITന്റെ ലക്ഷ്യം? ലോകത്ത് എല്ലായിടത്തും മുതലാളി സമ്പത്ത് ഉൽപാദനത്തിൽ അവർ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ആരെ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ലോകത്തെ മുതലാളി മുഴുവൻ തടിച്ചു കൊഴുക്കുകയാണ്, തടിച്ചു വളരുകയാണ്. അപ്പൊ നമ്മൾ മുതലാളി എന്ന് പറയുമ്പോൾ 2 ക്ലിപ്പറുള്ള ആൾ മുതലാളിയല്ല, 100 ബസ്സുള്ള ആൾ മുതലാളിയല്ല. അതൊക്കെ തൊഴിലാളികൾ ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും തൊഴിൽ കണ്ടെത്തുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ CITയുടെ നിർവചനത്തിൽപ്പെട്ട ഒരു മുതലാളി കേരള സംസ്ഥാനത്തില്ല. അപ്പൊ മനസ്സിലായല്ലോ എന്താണ് വെറും തൊഴിലാളി എന്ന് പറയുന്നത്, മനസ്സിലായല്ലോ. അങ്ങനെ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെ നിർവചനത്തിൽപ്പെട്ട ഒരു മുതലാളി കേരള സംസ്ഥാനത്തില്ല. യൂണിയൻ ഡിവിഷൻ പ്രസിഡന്റ് M. പ്രകാശ് മാതശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ സെക്രട്ടറി മനോജ് നെല്ലിക്കുറിശി സ്വാഗതം പറഞ്ഞു. യൂണിയൻ ജില്ലാ ട്രഷറർ ജോൺസൺ ജേക്കബ്, C. വേണുഗോപാൽ, CT അബ്ദുൾ സത്താർ, KT സൈദലവി എന്നിവർ പ്രസംഗിച്ചു. യൂണിയൻ അംഗങ്ങളുടെ മക്കളിൽ SSLC, +2, ഡിഗ്രി പരീക്ഷകളിൽ വിജയിച്ചവരെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങളുമായി കോട്ടായിൽ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി ഷെരീഫ് വളത്ത് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷംസുദ്ദീൻ അധ്യക്ഷനായിരുന്നു. തരൂർ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറിയുമായ മോഹൻ സ്വാഗതവും ഷാഹുൽ ഹമീദ് നന്ദിയും പറഞ്ഞു. അപ്പം നമ്മൾക്ക് സാധാരണ സംശയം തോന്നാം, നമ്മൾ ആരും ലക്ഷ്യമില്ലാതെ ജീവിച്ചവരല്ല. പക്ഷെ നമുക്ക് ഇന്ന് ഞാൻ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ചല്ല നമ്മൾ ഇനി ലക്ഷ്യം കാണേണ്ടതും മനസ്സിൽ കാണേണ്ടതും. മറിച്ച് നമ്മളെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ സഹജീവികൾ അല്ലേ, നമ്മളുടെ ഈ പ്രദേശം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്നൊരു പ്രദേശമാണ്. നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ അല്ലേ. ഞാൻ എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? ഒരാളെ മാത്രം കാര്യം നോക്കിയാൽ. വാണിയംകുളം പുലാച്ചിത്ര കിള്ളിക്കാവിൽ ഭഗവതിക്ക് വെള്ളിയിൽ തീർത്ത ഗോളക സമർപ്പിച്ചു. പുലാച്ചിത്ര അഞ്ജലിയിൽ സത്യഭാമ ടീച്ചറാണ് വഴിപാടായി ഗോളക സമർപ്പിച്ചത്. സമർപ്പണ ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി തീയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കലാഭാരതി സുജിത്തിൻ്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും തുടർന്ന് ലഘുഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. ഭോപ്പാലിൽ നടന്ന CBSE ദേശീയ ഫുട്ബോൾ ക്യാമ്പിൽ മികച്ച നേട്ടം കൈവരിച്ച ആറ്റൂർ അറഫ സ്കൂൾ. അണ്ടർ-17 മത്സരത്തിൽ 2ാം സ്ഥാനം നേടി വെള്ളിയും അണ്ടർ-19 മത്സരത്തിൽ 3ാം സ്ഥാനം നേടി വെങ്കലവും കരസ്ഥമാക്കി. അണ്ടർ-17 വിഭാഗത്തിൽ മികച്ച ദേശീയ പ്ലെയറായി മുഹമ്മദ് സഫാനും അണ്ടർ-19 വിഭാഗത്തിൽ ദേശീയ ഗോൾ കീപ്പറായി KM മുഹമ്മദ് മുസമ്മിലിനെയും തിരഞ്ഞെടുത്തു. 3 വർഷം സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ടീമാണ് അറഫ സ്കൂളെന്ന് ചെയർമാൻ KS അബ്ദുള്ള, ജനറൽ സെക്രട്ടറി KS ഹംസ, ട്രഷറർ അബ്ദുൽ ലത്തീഫ് എന്നിവർ അറിയിച്ചു. മകരം മാങ്കുർശി നെൽപ്പാടങ്ങളിൽ തീറ്റ തേടി താറാവിൻ കൂട്ടമെത്തി. തമിഴ്നാട്ടിൽ നിന്നും ലോറികളിലാണ് താറാവുകളെ എത്തിച്ചത്. 1ാം വിള ഇറക്കാത്തതിനാൽ ഇത്തവണ തീറ്റ വളരെ കുറവാണെന്നാണ് താറാവിനെ മേയ്ക്കാൻ വന്ന ജീവനക്കാർ പറയുന്നത്. ഇത്തവണ കൂടുതൽ പേരും 1ാം വിള ഇറക്കിയിട്ടില്ല. വിളയിറക്കാത്ത നെൽപ്പാടങ്ങളിലാണ് ഇവയെ മേയാനായി വിടുന്നത്. അതുകൊണ്ട് തന്നെ തീറ്റയും വളരെ കുറവാണെന്ന് ജീവനക്കാർ പറയുന്നു. തീറ്റകൾ പുറമേ നിന്ന് വാങ്ങി നൽകേണ്ട അവസ്ഥയിലാണെന്ന്. എല്ലാ വർഷവും കൊയ്തെടുത്ത നെൽപ്പാടങ്ങളിലായിരിക്കും താറാവുകൾ എത്തുക. നെൽപ്പാടങ്ങളിൽ തീറ്റകളും ഇല്ലെന്ന് ജീവനക്കാർ പറയുന്നു. മങ്കര മാങ്കുരിശി മേഖലകളിൽ കൂടുകെട്ടിയാണ് രാത്രികാലങ്ങളിൽ ഇവയെ സംരക്ഷിക്കുന്നത്. കാട്ടുപന്നി ശല്യമുള്ളതിനാൽ രാത്രികാലങ്ങളിൽ സമീപത്ത് തന്നെ ജീവനക്കാരുടെയും കാവലുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാറ്റലി സോഷ്യൽ മീഡിയ കൗമാരക്കാരെയും യുവാക്കളെയും വല്ലാതെ വഴി തെറ്റിക്കുന്നുണ്ടെന്ന നിരീക്ഷണം വളരെ പ്രസക്തമാണ്. കൗമാരക്കാരാണ് പ്രലോഭനങ്ങൾക്ക് വല്ലാതെ വിധേയരാകുന്നത്. മൊബൈൽ ഫോൺ നവലോകം പുതുതലമുറയെ ദോഷകരമായ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നുണ്ടോ? ഇത് സംബന്ധിച്ച് മാറ്റലിക്ക് ലഭിച്ച പ്രതികരണങ്ങൾ നോക്കാം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്.
കാരണം യഥാർത്ഥത്തിൽ നമുക്ക് മീഡിയകൾ മറച്ചു വയ്ക്കുന്ന പല ന്യൂസുകളും സോഷ്യൽ മീഡിയയാണ് പുറത്തു കൊണ്ടുവരുന്നത്. അപ്പോൾ നേപ്പാളിലൊക്കെ സംഭവിച്ച മാതിരി ഭരണകൂടത്തിൻ്റെ അഴിമതികളൊക്കെ മീഡിയകൾ പൂഴ്ത്തിവെച്ചപ്പോൾ സോഷ്യൽ മീഡിയ അതെടുത്ത് പുറത്തിടുണ്ടായി. അതേസമയം അതേ സോഷ്യൽ മീഡിയയിൽ തന്നെ നമുക്കറിയാം നമ്മുടെ യുവാക്കളെയും കുട്ടികളെയും വഴിതെറ്റിക്കുന്ന ഒരുപാട് പ്രവണതകൾ, അതുപോലെ തന്നെ ആളുകളെ ആക്ഷേപിക്കുന്നതിൽ ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ വസ്തുതകൾ വളച്ചൊടിച്ച് മോശപ്പെട്ട രീതിയിൽ ആളുകളെ ചീത്ത പറയുന്ന രീതിയിലൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മിസ്യൂസും സോഷ്യൽ മീഡിയയുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം കുറേ ഗുണങ്ങളും അതിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിൽ കുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് വളരെ മോശപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളാണ്. കുട്ടികൾ അത് തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ വഴിതെറ്റി പോകാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷേ ഗവൺമെൻറ് അതൊക്കെ കണ്ടെത്തി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രണ വിധേയമാക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് രണ്ട് രീതിക്കും സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ന് നമുക്ക് അറിയാവുന്നതുപോലെ ലോകത്തെ എല്ലാ വിപ്ലവങ്ങളും നടക്കുന്നത് ഇപ്പോൾ അവസാനത്തിൽ നടന്ന നേപ്പാൾ വിപ്ലവം വരെ അതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള സോഷ്യൽ മീഡിയയാണ്. അതേസമയം ഇപ്പോൾ എല്ലാവരുടെയും ഒരു കൾച്ചറാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപൃതരാകുക എന്നുള്ളത്. അവനവൻ്റെ തെറ്റിലേക്ക് കൊണ്ടുപോകാനും അത് വളരെ അധികം ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ഇത് ശരിയായ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്കുള്ള ഒരു നിയന്ത്രണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് പ്രത്യേകിച്ച് യുവാക്കളെയൊക്കെ വഴിതെറ്റിക്കുന്ന രീതിയിലേക്കുള്ള ഒരു അവരുടെ സമയം നഷ്ടമാകുന്ന രീതിയിലേക്കുള്ള പോവാതെ അതിനുള്ളൊരു നിയന്ത്രണം വരുത്തുക എന്നുള്ള സംവിധാനം കൊണ്ടുവരികയാണെങ്കിൽ നന്നായിരിക്കും എന്നുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിസന്ധികളെ അതിജീവിച്ച് കേരള മോഡൽ വികസനം മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഡെസ്റ്റിനേഷൻ ചാലഞ്ച് പദ്ധതി കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകും. പാലക്കാട് ജില്ലയിൽ പൊതുമരാമത്ത് ടൂറിസം മേഖലയിൽ വിവിധ പദ്ധതികളുടെ പൂർത്തീകരണ ഉദ്ഘാടനം. മന്ത്രിയെ ട്രോളി പഴമ്പാലക്കോട് അത്തിപ്പറ്റ റൂട്ടിൽ കോൺഗ്രസിന്റെ ഫ്ലക്സ് പ്രതിഷേധം. ഷൊർണൂർ കുളപ്പള്ളി പാതയിലെ തകർച്ചയ്ക്കും പൊടിശല്യത്തിനും താൽക്കാലിക പരിഹാരമാകുന്നു. പാടെ തകർന്ന ഭാഗങ്ങളിൽ ടാറിംഗ് ആരംഭിച്ചു. രാജ്യത്തെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാനുള്ള ശ്രമം അനുവദിക്കാനാകില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണി. കേരളത്തിൽ രാഷ്ട്രീയ എതിരാളികളെ ഭരണ സംവിധാനം ഉപയോഗിച്ച് ആക്രമിക്കുന്ന ദുരവസ്ഥ. മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ വാഹന പ്രചരണ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. കണ്ണന്റെ പിറന്നാൾ ദിനത്തിൽ ഗുരുവായൂരിൽ അഭൂതപൂർവമായ തിരക്ക്. വിവിധ ക്ഷേത്രങ്ങളിൽ ഭക്തി നിർഭരമായ പരിപാടികൾ. നാടിനെ അമ്പാടിയാക്കി ശോഭയാത്രകൾ. സ്വരമാധുര്യം പകർന്ന് കോട്ടായി ചെമ്പൈ സംഗീതോത്സവം. ഷൊർണൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ IP കെട്ടിടം ഉദ്ഘാടനത്തിന് സജ്ജം. കെട്ടിടം നിർമ്മിച്ചത് MP ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ചിലവഴിച്ച കെട്ടിടം 16-ന് നാടിന് സമർപ്പിക്കും. തൃശ്ശൂരിൽ MDMAയുമായി മധ്യവയസ്കൻ സിറ്റി ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിൽ. അറസ്റ്റിലായത് ഇരവിമംഗലം സ്വദേശി സ്റ്റാലിൻ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ വീണ്ടും കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. 6 കിലോയോളം കഞ്ചാവ് കണ്ടെത്തിയത് എക്സൈസ് RPF സംയുക്ത പരിശോധനയ്ക്കിടെ. കുപ്രസിദ്ധ വാഹനമോഷ്ടാവ് കണ്ണൂർ സ്വദേശി ഷംസീർ ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. പ്രതി പിടിയിലാതെ ഇക്കഴിഞ്ഞ 4-ന് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ബൈക്ക് മോഷണം പോയ സംഭവത്തിൽ നടത്തിയ അന്വേഷണത്തിനിടെ. പാലക്കാട് കുന്നത്തൂർമയുടെ ബാലമുരളി ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിനിടെ ആന വിരണ്ടോടിയത് പരിഭ്രാന്തി പരത്തി. എഴുന്നള്ളിപ്പിനിടെ ഇടഞ്ഞത് ചെറുപ്പളശ്ശേരി മണികണ്ഠൻ. 2-ാം പാപ്പൻ പുല്ല് നൽകിയതോടെ ആന പ്രകോപിതനായെന്ന് ദൃക്സാക്ഷികൾ. ആന ശാന്തനായത് 1-ാം പാപ്പൻ എത്തിയതോടെ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.